വില്ലോബ്രൂക്കിലെ ശാന്തമായ പട്ടണത്തിൽ ലില്ലി എന്നു പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവളുടെ ഹൃദയം കൗതുകവും സാഹസികതയും കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അടുത്തുള്ള കാടുകളിൽ പടർന്നു പിടിച്ച വഴിയിലൂടെ പോകാൻ അവൾ ആഗ്രഹിച്ചു. മുന്തിരിവള്ളികൾ നിറഞ്ഞ ഗേറ്റിലൂടെ തള്ളിക്കേറിയ അവൾ ഒരു മാന്ത്രിക ഉദ്യാനത്തിൽ സ്വയം കണ്ടെത്തി. ഈ പൂന്തോട്ടം അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മാന്ത്രിക ജീവികൾ സ്വതന്ത്രമായി വിഹരിച്ചു, സംസാരിക്കുന്ന മൃഗങ്ങൾ സംസാരിച്ചു, വർണ്ണാഭമായ പൂക്കൾ നൃത്തം ചെയ്തു. അതിന്റെ കേന്ദ്രത്തിൽ സ്വപ്നങ്ങളുടെ വൃക്ഷം ഉയർന്നു നിന്നു, അസാധാരണമായ ശക്തികളോടെ സ്വർണഫലങ്ങൾ കായ്ക്കുന്നു. ചില ജോലികൾ പൂർത്തിയാക്കാൻ മരം ലില്ലിയെ വെല്ലുവിളിക്കുന്നു. തളരാതെ ലില്ലി അത് വാഗ്ദാനം ചെയ്ത വെല്ലുവിളി സ്വീകരിച്ചു. അവളുടെ ആദ്യ ദൗത്യം പൂന്തോട്ടത്തിലെ പക്ഷികളിൽ നിന്ന് വർണ്ണാഭമായ തൂവലുകൾ ശേഖരിക്കുക എന്നതായിരുന്നു. രണ്ടാമത്തെ ടാസ്കിനായി മൃഗങ്ങൾ സംസാരിക്കുന്ന കടങ്കഥകൾ അവൾ പരിഹരിച്ചു. അവളുടെ മിടുക്ക് പ്രകടമാക്കി. മൂന്നാമത്തെ ജോലി പൂക്കളും ജീവജാലങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുകയും അവളുടെ ദയുള്ള ഹൃദയം വെളിപ്പെടുത്തുകയും ചെയ്തു. 3 ജോലികളും പൂർത്തിയായപ്പോൾ ലില്ലി സ്വപ്നങ്ങളുടെ വൃക്ഷത്തിന് മുന്നിൽ നിന്നു. ദയയും സ്നേഹവും നിറഞ്ഞ ഒരു ലോകത്തിനായി അവൾ അവളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. മരം തിളങ്ങുന്ന സ്വർണ്ണ വെളിച്ചം നൽകി മനസ്സില്ലാമനസ്സോടെ ലില്ലി തിരികെ വരാം എന്നറിഞ്ഞ് തോട്ടം വിട്ടു. പൂന്തോട്ടത്തിന്റെ മാന്ത്രികത ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവളുടെ സാഹസങ്ങൾ തുടർന്നു. അവൾ ദയയും സ്നേഹവും പ്രചരിപ്പിച്ചു. താൻ കണ്ടുമുട്ടിയതെല്ലാം ഒരാളുടെ ഹൃദയത്തിൽ മാജിക് കുടികൊള്ളുന്നുവെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ലില്ലിയുടെ മോഹിപ്പിക്കുന്ന സാഹസങ്ങൾ തുടർന്നു. ദയയും സ്നേഹവും കൊണ്ട് ലോകത്തെ വരച്ചു. പൂന്തോട്ടത്തിന്റെ മാന്ത്രികത അവളുടെ ഉള്ളിൽ വസിച്ചു.